നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം കരുതിയത് യൂഷ്വൽ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ പോലെ തന്നെ ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ തന്നെ വേണം എന്നുള്ളതായിരുന്നു നമ്മുടെയും ഒരു ഐഡിയ. സോ നമ്മൾ നമ്മളുമായിട്ട് ആദ്യത്തെ മീറ്റിങ്ങുകൾ വരുന്ന സമയത്തും നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ നമ്മുടെ ഒരു പിച്ചിൻ്റെ ഒരു എലമെൻറ്റുകൾ എന്ന് പറയുന്നതും അല്ലെങ്കിൽ നമ്മൾ കൺസീവ് ചെയ്തിരുന്ന എല്ലാം സെഷൻസ് ഓറിയൻറ്റഡ് ആയിട്ട് മാത്രമായിരുന്നു. പിന്നെ അതിനുശേഷം ഇത് ഒരു ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അല്ലെങ്കിൽ ഒരു മൾട്ടി ഡിസിപ്ലിനറി ഫെസ്റ്റിവൽ ആയിരിക്കണം ഇത് എന്നുള്ളത് നമുക്കും ഒരു ആഗ്രഹമുണ്ട്. നമുക്കും അങ്ങനെ ചെയ്യാനുള്ളൊരു ആഗ്രഹമാണ്. കാരണം ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്നുള്ള രീതിക്ക് സെഷൻസ് മാത്രം പ്ലേസ് ചെയ്ത് പോകുന്ന ഒരു ഫെസ്റ്റിവൽ അല്ലാതെ കുറച്ചുകൂടെ ഒരു ലിബറേറ്റഡ് സ്പേസ് ആയിരിക്കണം എന്ന് പറയുന്നൊരു ഐഡിയ നമുക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു. സോ അതിനകത്ത് എല്ലാവർക്കും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ആര് കയറിയാലും അവർക്കൊക്കെ എന്തെങ്കിലും ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു ഐഡിയ ആയിരുന്നു. മനോരമയുടെ വിഷനും അങ്ങനെ തന്നെയായിരുന്നു. ഒരു മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ളൊരു ഫെസ്റ്റിവൽ വേണം. എന്തൊക്കെയാണോ നമുക്ക് കണ്ടംപററി ആയിട്ട് എമർജ് ചെയ്തിട്ടുള്ളത് ഫോമുകൾ അതൊക്കെ ഇതിനകത്ത് ഇൻക്ലൂഡ് ആകണം എന്നുള്ളതായിരുന്നു മനോരമയുടെയും ഒരു ആഗ്രഹം. ദെൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം പ്ലേസ് ചെയ്യിക്കുന്നതും ഇതിൻ്റെ ഒരു മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള എന്തൊക്കെ എലമെൻറ്റുകൾ നമുക്കിതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. ദെൻ നമുക്കൊരു സ്പേസ് എന്ന് പറയുന്നൊരു ഐഡിയ വന്നു. ഇത് കാലിക്കറ്റ് ബീച്ച് എന്ന് പറയുന്ന ഒരു സ്പേസ് ആണ് നമ്മൾ ഇതിലേക്ക് വരുന്നത് എന്ന് പറയുന്ന ഒരു ഐഡിയ വന്നു. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് വർക്ക്ഷോപ്പ് എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു കുറച്ചുകൂടെ ആർക്കാണോ ആവശ്യം അവർക്ക് എത്തിച്ചേരുക, അവർക്ക് എന്തെങ്കിലും ഒരു ടേക്ക് അവേ ഉണ്ടാവുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് നമ്മളെല്ലാവരും കരുതുന്നത്. ഇതിനു മുമ്പ് എന്തുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഇതൊക്കെ വന്നിട്ടുണ്ടോ എന്നുള്ളതിനേക്കാളും നമ്മളൊരു കാര്യം കൺസീവ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ആർക്കൊക്കെ എന്തൊക്കെ കിട്ടും അല്ലെങ്കിൽ എത്ര ഡീപ്പറായിട്ട് നമുക്ക് ഒരു ടേക്ക് അവേ കൊടുക്കാൻ പറ്റും, ഒരു എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റും, അതായിരുന്നു നമ്മുടെ ഒരു എയിം. മൊത്തം പ്രോഗ്രാമിന് ഈ ഫെസ്റ്റിവലിൻ്റെ ഒരു മുഴുവൻ പ്രോഗ്രാമിങ്ങിലും ഒരു ക്യൂറേഷൻ ആസ്പെക്ട്സിലും ആക്ച്വലി നമ്മൾ നോക്കിയിരുന്നത് ഒന്നിനോടും കമ്പയർ ചെയ്യുകയോ അല്ലെങ്കിൽ ഒന്നിനോടും കോമ്പറ്റീറ്റീവ് ചെയ്യുകയോ എന്നുള്ളതായിരുന്നില്ല ബേസിക് ഐഡിയ. ഇതിൻ്റെ ഒരു ടോട്ടാലിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ഓഫ് കോഴ്സ് അതിൻ്റെ പ്രൊഡ്യൂസിങ് ആസ്പെക്ട്സ് ഉണ്ട്, അതിൻ്റെ ക്രിയേറ്റീവ് ആസ്പെക്ട്സ് ഉണ്ട്, അതിൻ്റെ പ്രൊമോഷണൽ ആസ്പെക്ട്സ് ഉണ്ട്, മാർക്കറ്റിംഗ് ആസ്പെക്ട്സും ഇതെല്ലാം ചേരുന്നൊരു ടോട്ടാലിറ്റി ഉണ്ട്. ആ ടോട്ടാലിറ്റിയിലേക്ക് വരുന്ന സമയത്ത് ഇത് പല ഡിസ്കഷൻസ് വന്നിട്ടുണ്ട്. ആദ്യം മുതലേ നമ്മുടെ പല ഡിസ്കഷൻസ് വന്നിട്ടുണ്ട്. അപ്പം ചില ക്യൂററ്റോറിയൽ നോട്ടുകളും അല്ലെങ്കിൽ കോൺസെപ്റ്റ് നോട്ടുകളും നമ്മൾ വർക്ക് ചെയ്യും, പിന്നീട് റീവർക്ക് ചെയ്യും, പിന്നീട് ഈ ഒരു 6-7 മാസത്തെ ഒരു പ്രോസസ്സിനകത്ത് പല ഘട്ടങ്ങളിൽ അതിന് പല രീതിയിലുള്ള അഴിച്ചുപണികളുണ്ടായിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മളിപ്പം ക്രിയേറ്റീവ് പ്രോസസ്സിൽ ഇൻവോൾവ് ആയിട്ടുള്ള പുഷും പൊയറ്റിക് ആർട്സും. സോ ഇവർ രണ്ടുപേരോടും നമ്മളിരുന്ന് ഡിസ്കസ് ചെയ്യുന്ന സമയത്തും ഇതിനകത്തൊരു സെപ്പറേറ്റ് എൻറ്റിറ്റീസ് എന്ന് പറയുന്നൊരു പാർട്ടില്ലാതെ, കാരണം ഇത് മൂന്നും ഒരുമിച്ച് തന്നെ നിൽക്കുന്നതാണ് എന്ന് പറയുന്നതാണല്ലോ അതിൻ്റെ ഒരു ടോട്ടാലിറ്റി ഫീൽ ചെയ്യിപ്പിക്കുന്നത്. ഇതെല്ലാം കൂടെ ചേർന്ന് നമുക്ക് നൽകുന്നൊരു അനുഭവതലം ഉണ്ടല്ലോ, അല്ലെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വേറെ തരം ഇൻ്റർപ്രിട്ടേഷൻസിനുള്ള വേറെ തരം സ്പേസുകൾ അത് പ്രൊവൈഡ് ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ കരുതാത്ത തലങ്ങളിലേക്കും അതിനൊരു സ്പേസിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്ന് പറയുന്നതും അതിൽ ഞങ്ങൾ വളരെ ഹാപ്പിയാണ്.